എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ജനറൽ നോളജിൽ ഒരു പരമപ്രധാനമായ ഏരിയ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന, ഇനി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ ആണ് ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ. എന്താണ് ഈ മൗലിക അവകാശങ്ങൾ? നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ, നിങ്ങളുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടി, നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി എന്തെല്ലാം അവകാശങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണോ, അത് കൾച്ചറൽ റൈറ്റ്സ് ആവാം, എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആവാം, പൊളിറ്റിക്കൽ റൈറ്റ്സ് ആവാം, എന്തെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണോ അതിലെ പ്രധാനപ്പെട്ട അവകാശങ്ങളെയാണ്, നിഷേധിക്കാൻ കഴിയാത്ത അവകാശങ്ങളെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്ര പ്രധാനപ്പെട്ടതാണ് മൗലിക അവകാശങ്ങൾ. നിങ്ങളിൽ പലരും അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്? പഠിച്ചാൽ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചത് മറന്നു പോവുകയാണ്. പഠിച്ചത് മറന്നു പോകാൻ വേണ്ടി നമ്മളൊരു സീരീസ് തുടങ്ങി. അതിന്റെ പേരെന്താണ്? എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള പോളിറ്റി, ഹിസ്റ്ററി തുടങ്ങിയ GK പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം നമ്മളൊരു കഥ രൂപേണ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലെ? ഒരു കഥ രൂപേണ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ കഥ പറയാൻ ഞാൻ റെഡിയാണ്. കഥ കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു കഥയെ ചൊല്ലട്ടുമാ? കഥ പ്രേമം. അൽഫോൻസ് പുത്രന്റെ പ്രേമം, അദ്ദേഹത്തിന് അനുവാദം കൂടാതെ ഞാൻ എടുത്ത് കുറച്ച് കഥ മാറ്റി അങ്ങ് പ്രസന്റ് ചെയ്യുകയാണ്. പ്രേമം. അപ്പോൾ പ്രേമത്തിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് നിവിൻപോളി അല്ല, അത് നിങ്ങളാണ്. നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റേജ്? വളർന്നു തുടങ്ങുമ്പോൾ നിങ്ങളെ സ്കൂളിലേക്ക് വിടും. അതാണ് ഫസ്റ്റ് സ്റ്റേജ്, സ്കൂൾ വിദ്യാഭ്യാസം. സ്കൂളിൽ നല്ലപോലെ പഠിക്കാൻ പറയും. കാരണം എന്താണ്? നിങ്ങൾക്ക് കോളേജിൽ പോകണം, അല്ലേ? അടുത്ത സ്റ്റേജാണ് കോളേജ്. കോളേജിൽ നല്ലപോലെ പഠിക്കണ്ടേ? പിന്നെ കോളേജിൽ നല്ലപോലെ പഠിക്കണം. കാരണം എന്താണ്? നിങ്ങൾക്കൊരു ജോലി വേണം, അല്ലേ? ജോലി വേണം. ജോലിക്ക് ശേഷം നിങ്ങൾ കല്യാണം കഴിക്കണം. അതാണല്ലോ നാട്ടു നടപ്പ്. കല്യാണം കഴിക്കണമെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും മാട്രിമോണി വഴി കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ പ്രണയിച്ച് കല്യാണം കഴിക്കാം. പ്രണയം, കല്യാണം. കേട്ടോ? കല്യാണം കഴിഞ്ഞാൽ ഉടനെ ചോദ്യം വരും, എന്ത്? കുട്ടികളൊന്നും ആയില്ലെന്ന്. കുട്ടികളായി കഴിയുമ്പോൾ എന്ത് പറയും? നീയുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, നല്ലൊരു വീട് വേണ്ടേ, നല്ലൊരു കാറ് വേണ്ടേ, അത്യാവശ്യം പ്രോപ്പർട്ടി വേണ്ടേ? അതാണ് അടുത്ത സ്റ്റേജ്. എന്ത്? വീട്, കാറ്. അങ്ങനെ വീടായി, കാറായി, കുട്ടികളായി, ഭാര്യയായി, ജീവിതത്തിൽ ഒരുപാട് പുതിയ പേര് വരുന്നു. അച്ഛനും മക്കളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ വരും. അങ്ങനെ അടി, ഇടി, കോലാഹലം ആണ് എട്ടാമത്തേത്. അതിന് നമുക്കൊരു പരിഹാരം കാണണം. അപ്പൊ ഇതൊരു സാധാരണക്കാരന്റെ ജീവിതമാണ് നമ്മൾ ഈ കഥയിലൂടെ പറയാൻ പോകുന്ന. ആ സാധാരണക്കാരന്റെ ജീവിതം തന്നെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സും. കേട്ടോ? അപ്പൊ സ്കൂൾ ജീവിതം, കോളേജ് ജീവിതം, ജോലിക്ക് വേണ്ടി പോകുന്നു. ക്ലിയർ ആണല്ലോ? പ്രണയിക്കാൻ പറ്റാത്തവർക്ക് മാട്രിമോണിയൽസ്, ABC മതങ്ങൾക്ക് അല്ലെങ്കിൽ ABC ജാതികൾക്ക് എല്ലാവർക്കും വേണ്ടി സെപ്പറേറ്റ് മാട്രിമോണിയൽ ഇന്ന് അവൈലബിൾ ആണല്ലോ. അപ്പൊ അതിനനുസരിച്ച് മാട്രിമോണിയൽ, കല്യാണം, കുടുംബം, വീട്, കാറ്, പ്രോപ്പർട്ടീസ്, അതിനുശേഷം ഡിസ്പ്യൂട്ട്, അതിനുശേഷം പരിഹാരം, ഹാപ്പി ഫാമിലി. ഇത്രയും ക്ലിയർ ആണല്ലോ? കഥ ക്ലിയർ ആണല്ലോ? ഇനി ഈ കഥ നമുക്ക് എങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യാം കാണാം. അപ്പൊ ആ കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഇക്വേഷൻ പഠിക്കണം. ഇത് പോളിറ്റിക്ക് അകത്തെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചോദ്യമാണെന്ന് വിചാരിക്കുക. സിമ്പിൾ ഇക്വേഷൻ ആണ്. എന്ത്? 3 × 12, 3 × 12, 32, 36 മൈനസ് 1 എത്രയാണ്? 35. എന്താണ് ഇക്വേഷന്റെ പ്രത്യേകത? 3 × 12 = 36. 36 - 1 = 35. അപ്പോൾ ഓർത്തിരിക്കുക, 3 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ 3ാമത്തെ ഭാഗം, പാർട്ട് 3 ആണ്. ഏത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് കംസ് അണ്ടർ പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 3 × 12, 3 × 12. 12 എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് തുടങ്ങുന്നത് ആർട്ടിക്കിൾ 12ലാണ്. ആർട്ടിക്കിൾ മലയാളത്തിൽ എന്ത് പറയാം? അനുച്ഛേദം എന്ന് പറയാം. അപ്പോ ആർട്ടിക്കിൾ 12ൽ തുടങ്ങുന്നു. 3 × 12, 3 എന്താണ്? പാർട്ട് 3, ഭാഗം 3. ക്ലിയർ ആണല്ലോ? 3 × 12 = 36 അല്ലേ? 36 - 1, ഒന്ന് എടുത്തു മാറ്റി, ഒന്ന് കുറച്ചു, എടുത്തു മാറ്റി. ദാറ്റ് മീൻസ് 1 ഫണ്ടമെന്റൽ റൈറ്റ് വാസ് ഡിലീറ്റഡ്. 1 ഫണ്ടമെന്റൽ റൈറ്റ് വാസ് ഡിലീറ്റഡ്. ക്ലിയർ ആണല്ലോ? അങ്ങനെ 36ൽ നിന്ന് 1 മുമ്പ് എത്രയാണ്? 35. ദാറ്റ് മീൻസ് ആർട്ടിക്കിൾ 35 ഈസ് ദ ലാസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഭാഗം 3 പാർട്ട് 3ൽ വരുന്നു. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ
ഒരു ഫണ്ടമെന്റൽ റൈറ്റ് റിമൂവ് ചെയ്തു. ഒറിജിനലി 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. SSC RRB പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാഡ് ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ്, അല്ലെങ്കിൽ നൗ ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദെയർ ഇൻ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കേട്ടോ, ഒറിജിനലി 7 എണ്ണം ഉണ്ടായിരുന്നു, 1 പോയി, ഇതാ 1 കുറച്ചല്ലോ, ഇപ്പോ 6 എണ്ണം ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോവാം. നിങ്ങൾ ജനിച്ചു, നിങ്ങൾ സ്കൂളിൽ കുട്ടികളായിട്ട് പോവുകയാണ്. സ്കൂളിൽ കുട്ടികളായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? എല്ലാവരും തമ്മിൽ ഒരു തുല്യത, അല്ലെ, വലിയ ഏറ്റക്കുറച്ചിലൊക്കെ ഇല്ലാതെ തുല്യത. സ്കൂളിൽ നിങ്ങൾ പറയാറില്ലേ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ സഹോദരന്മാരും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, നിങ്ങൾ പറയാറില്ലേ? അപ്പൊ തുല്യത അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് എന്താണ്? സ്കൂളാണ്. 14 മുതൽ 18 വയസ്സ് വരെ നിങ്ങൾ സ്കൂളിലാണല്ലോ, അല്ലേ? സ്കൂളിലാണല്ലോ. ഒരു വർഷം തോറ്റു എന്ന് വിചാരിച്ചോളുക. 14 മുതൽ 18 വയസ്സ് വരെ നിങ്ങൾ സ്കൂളിലാണല്ലോ. സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? തുല്യത അല്ലെങ്കിൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വം. അതിന്റെ കോഡ് എന്താണ്? സ്കൂളിൽ പോയി സ്കൂളിൽ എല്ലാവരും തുല്യരാണ്, അല്ലെ? സ്കൂളിൽ എല്ലാവരും തുല്യരാണ്. സോ ആർട്ടിക്കിൾസ് 14 to 18 ഡീൽസ് വിത്ത് റൈറ്റ് ടു ഇക്വാലിറ്റി. ക്ലിയർ ആണല്ലോ? സ്കൂൾ കഴിഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? കോളേജിലേക്കാണ് പോകുന്നത്. 19 മുതൽ 22 വയസ്സ് വരെ നിങ്ങൾ കോളേജിലാണ്. കോളേജിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? കോളേജിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? കോളേജിൽ സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഉണ്ട്. സ്കൂൾ വിട്ട് കോളേജിലേക്ക് എത്തി, ഇനി ലൈഫ് ഒന്ന് ആഘോഷിക്കണം എന്ന് വിശ്വസിച്ചല്ലേ എല്ലാവരും കോളേജിൽ പോയിട്ടുള്ളേ? അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പോകുന്നവരുണ്ടാവും അല്ലേ? കോളേജിൽ പോകുന്ന അത് ഉദ്ദേശിച്ചല്ലേ? സ്വാതന്ത്ര്യം, ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം. അങ്ങനെ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കുന്നു. കേട്ടോ, സ്വാതന്ത്ര്യത്തെ പറ്റി. ഇതാ പ്രേമം സിനിമയിൽ ഈ സീൻ ഓർത്തിരുന്നാൽ മതി. സ്വാതന്ത്ര്യം കുറച്ചുകൂടി പോയി, അതുകൊണ്ട് സസ്പെൻഷനും കിട്ടി. സ്വാതന്ത്ര്യം. ക്ലിയർ ആണല്ലോ? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ഇനി ഇത് മറക്കുവോ? സ്കൂൾ ആദ്യത്തെ ഫേസ് ഇക്വാലിറ്റി, രണ്ടാമത്തെ ഫേസ് കോളേജ് എന്താണ്? സ്വാതന്ത്ര്യം, ഫ്രീഡം. കേട്ടോ, മൂന്നാമത്തെ ഫേസിലേക്ക് വരാം. കോളേജ് കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടിയില്ലേ മക്കളെ എന്ന് ചോദിക്കുമല്ലേ? അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതാ ഇന്റർവ്യൂവിന് പോയി നിങ്ങളൊരു ജോലി മേടിക്കും. അപ്പൊ ഈ ക്യാരക്ടർ ചിന്തിക്കുകയാണ്, നിങ്ങളാണല്ലോ ക്യാരക്ടർ, നിങ്ങൾ ചിന്തിക്കുകയാണ് എങ്ങനത്തെ ജോലി എനിക്ക് വേണം? തരക്കേടില്ലാത്തൊരു ശമ്പളം വേണം, ചൂഷണം ചെയ്യാത്തൊരു ജോലി വേണം. അതായത് 8-10 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞിട്ട് 20 മണിക്കൂർ ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. മാസാവസാനം ശമ്പളം കിട്ടണം, നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടണം. അങ്ങനെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ജോലിയാണ് എനിക്ക് വേണ്ടത്, അല്ലേ? ചൂഷണം ചെയ്യാത്ത ജോലി വേണം. 23-24 വയസ്സിൽ നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചൂഷണം ചെയ്യാത്ത ജോലിയാണ്, എക്സ്പ്ലോയിറ്റേഷൻ നടക്കാത്ത ജോലിയാണ്. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആർട്ടിക്കിൾ 23-24. ക്ലിയർ ആണല്ലോ? അപ്പൊ നല്ലൊരു ജോലി കിട്ടി, നിങ്ങൾ പ്രണയിച്ചു. ഇതിൽ പ്രണയിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു ഓപ്ഷൻ തരാം. ആദ്യം പ്രണയിക്കുന്നവരുടെ കാറ്റഗറിയിലേക്ക് വരാം. കേട്ടോ, പ്രണയിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചു. പ്രണയത്തിന് കണ്ണില്ല, മൂക്കില്ല, നാക്കില്ല, പ്രായമില്ല എന്ന് പണ്ട് 75-ലോ മറ്റോ ഇറങ്ങിയ ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രേമിക്കുമ്പോൾ പ്രണയത്തിന് മതമില്ല, റിലീജിയൻ ഇല്ല. 25 മുതൽ 28 വയസ്സ് വരെ ഇങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന പ്രായത്തിൽ നിങ്ങൾ റിലീജിയനെ പറ്റി ആലോചിക്കില്ല. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യം. കേട്ടോ, റിലീജിയനെ പറ്റി ആലോചിക്കില്ല. ഇനി പ്രണയം ഇല്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണെങ്കിൽ വിഷമിക്കേണ്ട, അതിനൊരു ഓപ്ഷൻ ഉണ്ട്. എന്താ ഓപ്ഷൻ? മാട്രിമോണീസ്. ഒരുപാട് മാട്രിമോണീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ഭാഷാടിസ്ഥാനത്തിലുള്ള മാട്രിമോണി, മതാടിസ്ഥാനത്തിലുള്ള മാട്രിമോണി, അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള മാട്രിമോണി. സോ മാട്രിമോണീസിന് മതമുണ്ട്, പ്രണയത്തിന് മതമില്ല, അല്ലെങ്കിൽ മാട്രിമോണീസിന് മതമുണ്ട്. രണ്ടും ഡീൽസ് വിത്ത് റിലീജിയൻ. കേട്ടോ, 25 വയസ്സ് മുതൽ 28 വയസ്സ് വരെ റിലീജിയൻ. കേട്ടോ, 23 മുതൽ 24 വരെ എന്തായിരുന്നു? നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണമായിരുന്നു. എങ്ങനത്തെ ജോലി? എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത ജോലി, ചൂഷണം ചെയ്യാത്ത ജോലി. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ക്ലിയർ ആണെങ്കിൽ അടുത്ത അവകാശത്തിലേക്ക് പോവാം. എന്താണ്? 29-30. കല്യാണം കഴിഞ്ഞാൽ എന്ത് ചോദ്യം വരും? പറഞ്ഞേ. കുട്ടികളില്ലേ? അങ്ങനെ കുട്ടികളായി, ഇതാ ഒരു ഹാപ്പി ഫാമിലി, നിങ്ങൾക്ക് കുട്ടികളായി കഴിഞ്ഞപ്പോൾ
ഈ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവർക്ക് നല്ല വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ നാട്ടുകാർ വന്നിട്ട് എന്ത് പറയും? തൻ്റെ കുട്ടിക്ക് ഒരു സംസ്കാരം ഇല്ലല്ലോ, നല്ല വിദ്യാഭ്യാസം കൊടുത്തൂടെ? അല്ലെങ്കിൽ തനിക്കില്ലാത്ത സംസ്കാരം തൻ്റെ കുട്ടിക്കും ഇല്ല. അങ്ങനെ സംസ്കാരവും വിദ്യാഭ്യാസവും കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമാണ് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും അതുവഴി നല്ലൊരു കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം ഡെവലപ്പ് ചെയ്യാനും വേണ്ടി നിങ്ങൾ ശ്രമിക്കും. ആർട്ടിക്കിൾസ് 29 and 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി 29-30 വയസ്സായിട്ടും പ്രണയിക്കാൻ പറ്റാത്ത, മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ കുട്ടികളാവാത്തവർക്ക് വേണ്ടി നമുക്ക് പുതിയൊരു കഥയുമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വരാം. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. പുതിയൊരു കഥയുമായിട്ട് നമുക്ക് പിന്നീട് വരാം. വയസ്സ് 31, 30 കഴിഞ്ഞു. 30 കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാണല്ലോ. ഗവൺമെന്റ് ജോലിക്ക് പോലും പലർക്കും ഏജ് ലിമിറ്റ് 30 വയസ്സാണല്ലേ. വീട്, കാറ്. എന്താ നാട്ടുകാർ പറയുന്നത്? കുട്ടികളായില്ലേ, കുട്ടികളായി. അങ്ങനെ കുട്ടിയുടെ ചെലവും കൂടെ നോക്കുമ്പോൾ നാട്ടുകാർ എന്ത് പറയും? ഒരു വീട് വേണ്ടേ മോനെ, ദാ ഒരുപാട് കാറ് വേണ്ടേ മോനെ, വേണ്ടേ ഒരുപാട് കാറ് നിങ്ങൾക്ക് വേണ്ടേ? അപ്പം നമുക്ക് എന്ത് പറയാം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് വീടുമില്ല, കാറുമില്ല. എനിക്ക് വീടുമില്ല, കാറുമില്ല. എനിക്ക് പ്രോപ്പർട്ടി ഇല്ല. എനിക്ക് പ്രോപ്പർട്ടി ഇല്ല. 31 വയസ്സിലാ പ്രശ്നം തുടങ്ങിയല്ലേ? 44 വയസ്സ്. വയസ്സ് 44-ലും ഈ ദേശത്ത് എനിക്ക് വീടും കാറുമില്ല. 44 എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞു റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? 7 - 1 6 ആയി എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? 36-ൽ നിന്ന് 1 പോയി 35 എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ആ റിമൂവ് ചെയ്ത ഫണ്ടമെന്റൽ റൈറ്റ് ആണ് പ്രോപ്പർട്ടി. എനിക്ക് പ്രോപ്പർട്ടി ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. എത്രാമത്തെ വയസ്സിൽ? 44-ാമത്തെ വയസ്സിലും എനിക്കില്ല. ദാറ്റ് മീൻസ് 44th അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏത് വർഷം? 1978. 1978-ലെ 44-ാമത്തെ ഭരണഘടനാ ഭേദഗതി വെച്ചിട്ടാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞത്. ഏത് പ്രധാനമന്ത്രിയാണ് എടുത്തു കളഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക. ഈ ദേശത്ത് എനിക്ക് വീടുമില്ല, കാറുമില്ല. ഈ ദേശം, ദേശായി, മൊറാർജി ദേശായി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? മൊറാർജി ദേശായി ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്ന വ്യക്തിയാണ് മൊറാർജി ദേശായി. അദ്ദേഹത്തെ പറ്റി മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ഇൻ ഇന്ത്യ എന്നാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ അദ്ദേഹമാണ് മൊറാർജി ദേശായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ആദ്യത്തെ പ്രധാനമന്ത്രി. എന്നാൽ അദ്ദേഹം 5 വർഷം കംപ്ലീറ്റ് ചെയ്തില്ല. സോ നിങ്ങളോട് ചോദിക്കുകയാണ്, ദ ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ടു കംപ്ലീറ്റ് 5 years, 5 വർഷം തികച്ച ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിച്ചാൽ അത് അടൽ ബിഹാരി വാജ്പേയി ആണ്. അത് അടൽ ബിഹാരി വാജ്പേയി ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ആർട്ടിക്കിൾ 31 നിങ്ങൾ വീടും ഇല്ല, കാറും ഇല്ല. ആർട്ടിക്കിൾ 32 അപ്പോൾ വീടില്ല, കാറില്ല, വീട്ടിൽ പ്രശ്നമാണ്. അങ്ങനെ അടിയായി, ഇടിയായി, കോലാഹലമായി. അടി, ഇടി, കോലാഹലം. അതിന് നമുക്കൊരു പരിഹാരം വേണം. പരിഹാരത്തിന് നമ്മൾ എന്താ പറയുന്നത്? റെമഡീസ് വേണ്ടേ? ഈ പ്രശ്നത്തിന് പരിഹാരം വേണ്ടേ? എന്നാലല്ലേ ഇതാ ഈ കുടുംബം, സെപ്പറേറ്റ് ആവാൻ നിൽക്കുന്ന ഈ കുടുംബം ദാ സന്തോഷമുള്ള ഈ കുടുംബമായി മാറുള്ളൂ. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ സന്തോഷമുള്ള കുടുംബം, അല്ലെ? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ 32-ാമത്തെ വയസ്സിൽ നിങ്ങൾ പരിഹാരം തേടി പോവുകയാണ്, റെമഡീസ് തേടി പോവുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് നിങ്ങൾക്ക് ഭരണഘടന നൽകുന്ന ഈ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കോടതിയിൽ പോകാം, കോടതിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതാണ് 32, ആർട്ടിക്കിൾ 32, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ക്ലിയർ ആണല്ലോ? പരിഹാരം, പ്രശ്നപരിഹാരം. അപ്പം നിങ്ങളുടെ കഥ ഇതോടുകൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ജനനം മുതൽ അത്യാവശ്യം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു സെറ്റിൽഡ് ലൈഫ് വരെ നമ്മൾ കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇനി ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഓരോന്നും പഠിക്കണം. 12, 13, 14, 15 മുതൽ 35 വരെ നമ്മൾ പഠിക്കണം. അതിന് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു കഥയുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്താം കേട്ടോ. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി നല്ലൊരു കഥ ഓൾറെഡി പോയിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു ഫണ്ടമെന്റൽസ് അറിയുന്ന കഥയാണിത്. ബേസിക് സെഗ്രിഗേഷൻ പറയുന്ന ഒരു കഥയാണിത്. ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ആർട്ടിക്കിളിനെയും നമുക്ക് പഠിക്കണം. ആ കഥയുമായിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ കാണാം. അതുവരെ നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗുഡ് ബൈ.